ഭയങ്കര ടഫ് ആൻഡ് ഗ്ലാസ്, ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് എന്നൊക്കെ പറയുന്ന കാര്യം. വണ്ടി എടുക്കാൻ പോയപ്പോൾ ഈ പറയണ ഏറ്റവും വില കൂടിയ ഒരു സാധനം ഇതിൻ്റെ അകത്ത് ഇരിക്കണം എന്താണെന്ന് വെച്ചാൽ ഈ വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അപ്പോൾ ഇത് ഇന്ന് നമ്മുടെ കയ്യിൽ നമ്മുടെ ബ്രയോ, അതായത് 2013 എസ് വേരിയൻ്റ് ആണ്, അതായത് ബേസ് മോഡലിൽ തൊട്ട് മിഡ് വേരിയൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് നമ്മുടെ ബ്രയോ. ഇത് ഇങ്ങനെ ആക്കിയെടുക്കാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാര്യം ഈ പറയണ ഏറ്റവും വില കൂടിയ ഒരു സാധനം ഇതിൻ്റെ അകത്ത് ഇരിക്കണം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് ബമ്പറാണ്. മൊബൈൽ RSൻ്റെ ബമ്പറാണ് ഇതിൽ ചെയ്തേക്കുന്നത്. ഇത് സോഴ്സ് ചെയ്യാനാണെങ്കിൽ ഭയങ്കര സമയമെടുത്തു. അതുകൂടാണ്ട് ഇത് ഫിറ്റിങ് എളുപ്പമാണ്, കാര്യം ഡയറക്റ്റ് ഫിറ്റാണ്, നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഈ ബമ്പറിൻ്റെ കറക്റ്റ് സ്റ്റോക്ക് ബമ്പറിൻ്റെ ആ ഒരു ഹോൾഡറിൽ തന്നെ നമുക്ക് ഈ ഒരു ബമ്പർ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഓരോ ഭാഗമായിട്ടാണ് ഇത് വാങ്ങാൻ പറ്റിയത്. അതായത് ഈ ഫ്രണ്ട് ഗ്രില്ലൊരു ഭാഗം, പിന്നെ അതിൻ്റെ അടിയിൽ ഫോഗ് ലാമ്പിൻ്റെ ആ ഒരു ഔട്ടർ കവറിങ് ഒരു ഭാഗമാണ്. അങ്ങനെ ഓരോരോ പീസായിട്ടാണ് ഇത് ഓർഡർ ചെയ്ത് വരുത്തിയത്. പല വെബ്സൈറ്റിൽ നിന്നും കുറേയൊക്കെ നമ്മൾ സർവീസ് സെൻറ്ററിലാണ്, കളമശ്ശേരിയിലുള്ളൊരു സർവീസ് സെൻറ്ററിൽ നിന്നാണ് നമ്മൾ സോഴ്സ് ചെയ്തത്. ബാക്കി കുറേ പാർട്സൊക്കെ പല വെബ്സൈറ്റിൽ നിന്ന്, ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്നൊക്കെയാണ് ഈ സാധനം നമ്മൾ ഓർഡർ ചെയ്യാൻ ശ്രമിച്ചത്. അങ്ങനെ ചെയ്തു. ബ്ലാക്ക് ഫുൾ ക്രോമായിരുന്നു, ബ്ലാക്ക് അടിച്ചു, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡ് ലാമ്പ്സ് മൊബൈൽ RSൻ്റെ വെക്കണമെന്നുണ്ട്, പക്ഷേ ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് പോയില്ല. ഇത് പുതിയ 2 ഹെഡ് ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ്സ് ഇതിന് ഉണ്ടായിട്ടില്ല എസ് വേരിയൻറ്റിന്, അപ്പോൾ ഇതിന് ഫോഗ് ലാമ്പ് നമ്മൾ സെറ്റ് ചെയ്ത്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക്. നല്ല രസമാണ്. പെയിൻറ്റ് ഒരു രക്ഷയില്ലാത്തതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പെയിൻറ്റിങ്. നമ്മുടെ ചെങ്ങന്നൂരുള്ളൊരു ടീം പെയിൻറ്റ് ചെയ്താണ്. ആൻഡ് വീൽസ് 15 ഇഞ്ച് വീൽസാണ് ഇട്ടേക്കണത് വിത്ത് എസ് ഡ്രൈവ് ടയേഴ്സ്. യോക്കോമയുടെ എസ് ഡ്രൈവ് ടയേഴ്സ് ഇട്ടിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മൾ സൈഡിൽ നോക്കാൻ പോയാൽ. സൈഡിൽ നോക്കാൻ പോയാൽ ചെറിയൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്. നമ്മൾ മിറേഴ്സ് റെഡ് ആയിരുന്നു, അതിപ്പോൾ ഞാൻ ബ്ലാക്ക് ആക്കി. അതുകൂടാണ്ട് നമ്മൾ ടിൻറ്റ് ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ എന്നാണ് ഈ ഒരു സൺഫിലിൻ്റെ പേര്. 50% വിസിബിലിറ്റി ഉള്ളതാണ്. റിയറിൽ നമുക്ക് 15 ഇഞ്ച് ടയേഴ്സ് എന്ന യോക്കോമയുടെ ടയേഴ്സ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ റിയറിൽ ടെയിൽ ലാമ്പ്സ് സ്റ്റോക്ക് തന്നെയാണ്, റിയൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. വലിയൊരു ഗ്ലാസ്, നമുക്കിതിൽ ഡീഫോഗറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് റിയർ ബമ്പറും നമ്മൾ മാറിയിട്ടുണ്ട്. ഇതിൻ്റെ റിയർ ബമ്പർ അങ്ങനെ എനിക്ക് വേറൊരു ബ്രാൻഡിൻ്റെയും വേറെ ഒരു വണ്ടിയുടെ സെറ്റ് ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായില്ല. പിന്നെ ടോപ്പ് നമ്മൾ റൂഫ് ഫുൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രയോ, ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പണി പണിതിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പെയിൻറ്റ് സ്കീമാണ്. ആ ഒരു ചെറി റെഡും ബ്ലഡ് റെഡും അതൊക്കെ മിക്സായി ഇത് ഷെയ്ഡി കിടക്കുമ്പോൾ ഒരു ബ്ലാക്ക് ടിൻറ്റും നല്ല വെയിലത്ത് പോകുമ്പോഴാണ് ഈ റെഡ് ശരിക്കും തിളങ്ങി നിൽക്കാൻ പോണത്. ഈ ബമ്പർ മാറ്റിയപ്പോൾ മെയിൻ വ്യത്യാസം വന്നതെന്ന് വെച്ചാൽ ഫ്രണ്ടിൻ്റെ ആ ലുക്ക് അങ്ങ് മാറി. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു യൂസർ റിവ്യൂ ആയിട്ട് കണക്ക് കൂട്ടിയാൽ മതി. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതുകൂടാണ്ട് ദിസ് ഈസ് അപ്പ് ഫോർ സെയിൽ. ഞാൻ ജിമിനി എടുത്ത് പിന്നെ ബ്രിയോ തൊടാറില്ല, ഇത് വെറുതെ വീട്ടിൽ കിടക്കണതാണ്. അപ്പോൾ സെയിം ആസ് മോജോയും അപ്പ് ഫോർ സെയിൽ, ബ്രിയോ ഈസ് ഓൾസോ അപ്പ് ഫോർ സെയിൽ. എത്ര കിലോമീറ്റർ? 80,000 കിലോമീറ്റർ ചെയ്ത് ഓൾമോസ്റ്റ്. 2013 ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം പക്കയാണ്. പൊല്യൂഷൻ എല്ലാം ഓക്കെയാണ്. എല്ലാം വണ്ടി അപ്പ് ടു ഡേറ്റ് ആണ്, എല്ലാം സെറ്റാണ്. ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഹുഡ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം. നമ്മുടെ ഹുഡൊന്നും മാറേണ്ടി വന്നിട്ടില്ല കേട്ടോ, ബമ്പർ മാറിയപ്പോഴത്തേക്കും. ഇതാണ് നമ്മുടെ ഹുഡ്. ഇവിടെ ഒരു കാനൻ്റെ ഫിൽറ്റർ ഞാൻ വെച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് സെയിം 1.2 ലിറ്റർ ഐവിടെക് എഞ്ചിൻ, പ്രൊഡ്യൂസിങ് 88-90 bhp, ഒരു 110-108 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യണത്. സോ ഇതാണ് ഹുഡ് ഏരിയ. നമ്മൾ എക്സ്ട്രാ ഹോൺ വെച്ചിട്ടുണ്ട് ഇതിൽ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ വണ്ടിനെ പറ്റി എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. ബാക്കി നമുക്ക് അകത്ത് കയറി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. യെസ്, സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ദിസ് ഈസ് അവർ ബ്രയോ ഇൻറ്റീരിയർ. എസ് വേരിയൻ്റെ ഇൻറ്റീരിയർ ആയാലും എനിക്കൊന്ന് ടോപ്പ് വേരിയൻ്റെ ഇൻറ്റീരിയർ ആയാലും ഓൾമോസ്റ്റ് സെയിം തന്നെയായിരുന്നു. ആ സമയത്ത് AC കൺട്രോൾസ് വ്യത്യാസം ഉണ്ടായെന്ന് തോന്നുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങിയ 2017, 16, 18 ആ റേഞ്ച് ഇറങ്ങിയ ബ്രിയോ, അവസാനം ഇറങ്ങിയ ബ്രിയോയിൽ മറ്റേ ഇൻറ്റീരിയറൊക്കെ കുറച്ചും കൂടെ ബെറ്റർ AC വെൻസ്, നീട്ടുള്ള AC വെൻസും. പക്ഷേ ഇത് നൈസായിട്ട്, ഇതുവരെ ചീത്തയൊന്നും ആയിട്ടില്ല. അതാണ് എനിക്ക് ഇതുവരെ മാറിയിട്ടൊന്നുമില്ല. ഒരു പ്രശ്നമില്ലാത്തൊരു AC വെൻ്റാണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായാലും എല്ലാ കാര്യത്തിനായാലും അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. എനിക്ക് മെയിൻ്റെനൻസ് വൈസ് നോക്കാൻ പോയാലും അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് ഒരു ഡിജിറ്റൽ ആൻഡ് അനലോഗ് മീറ്റർ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് വണ്ടി ഏകദേശം 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇത്രയും വർഷമായിട്ട്. അധികം ഓട്ടോ ഉണ്ടായില്ല. ആൻഡ് ഇവിടെ നമുക്ക് ടാക്കോമീറ്റർ, സ്പീഡോമീറ്ററും കാണാം. ഇവിടെ നമുക്ക് ജസ്റ്റ് മൈലേജ് ആണെങ്കിലും ട്രിപ്പ് ബി അത്രേ ഉള്ളൂ. ഇവിടെ നമുക്ക് കൺട്രോൾ സ്വിച്ചസ് ഉണ്ട്. ഞാൻ ചെറിയൊരു ബ്ലൂടൂത്ത് ഡിവൈസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് USB, പിന്നെ ഓക്സും നമുക്ക് കുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ USB ചാർജിങ് ഇല്ല, നമുക്ക് 12 വോൾട്ട് ചാർജർ അവിടെ കാണാൻ പറ്റും. ഇതാണ് നമുക്ക് നമ്മുടെ ഗ്ലൗ ബോക്സ്. പിന്നെ ഗ്ലൗ ബോക്സിൻ്റെ ബാക്കിൽ AC ഫിൽറ്റർ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ AC ഫിൽറ്റർ മാറാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ സ്പീക്കർ സിസ്റ്റം ഞാൻ ചെയ്തിട്ടുണ്ടായി. അത് ഞാൻ ഊരി വെച്ചേക്കണേണ്. ഫുൾ സ്പീക്കർ സിസ്റ്റം ഉണ്ടായി. 4 കോമ്പൗണ്ട് സ്പീക്കർ വിത്ത് സബ്, ആംബ്
എല്ലാം ഉണ്ടായി. അപ്പോൾ അത് ഞാൻ ഫുള്ള് ഊരി വെച്ചു. സീറ്റ്സ് ഒന്നും ചെയ്തിട്ടില്ല. ഡോറ് പാനൽസും സൈഡെല്ലാം ബ്ലാക്ക് ചെയ്തു. റൂഫൊന്നും നമ്മൾ ബ്ലാക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ബാക്കി എല്ലാം ബ്ലാക്ക് ചെയ്ത് റൂഫ് മാത്രമേ ഇനി ബ്ലാക്ക് ചെയ്യാനുള്ളൂ. റൂഫും സീറ്റും. സീറ്റ് കവർ ഇട്ടേക്കണാണ്. ഇതിൻ്റെ അടിയിൽ അവരുടെ ഒരു നോർമൽ നമ്മുടെ ആ ഒരു ടെക്സ്റ്റൈൽ മെറ്റീരിയലിൻ്റെ ഒരു കവറുണ്ട്. അത് കൂടാണ്ട് ഞാൻ വേറെ ചെയ്തേക്കുന്നത് ഇതിൻ്റെ അടിഭാഗം ഫുള്ള് നമ്മൾ ഈ വിനൈൽ മാറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ. ബാക്കിലൊക്കെ ഇരിക്കാൻ അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. ഹൈറ്റ് കുറഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ, എൻ്റെ ഹൈറ്റ് 5'6" ആണ്, എനിക്ക് കുഴപ്പമില്ല. നമ്മുടെ ഹെഡ് സ്പേസും അത്യാവശ്യം കുഴപ്പമില്ലാണ്ടുണ്ട്. ഞാൻ ഇരിക്കുന്ന സീറ്റിംഗ് പൊസിഷനിലാണ്. അപ്പോൾ ഇതൊരു ചെറിയ സ്പേസാണ്. നമുക്കിവിടെ പവർ വിൻഡോ, ഇവിടെയും ഞാൻ സ്പീക്കറൊക്കെ വെച്ചിട്ടുണ്ടായി. ഇപ്പോൾ സ്റ്റോക്ക് സ്പീക്കറിലാണ് വണ്ടി വർക്ക് ചെയ്യണത്. ഫുൾ ഡോർ പാനലും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് അടിച്ചു. ഡിക്കി നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം. ബൂട്ട് സ്പേസ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബൂട്ട് സ്പേസ് പറയാൻ പോയാട്ടോ. നല്ല ബൂട്ട് സ്പേസ് ഉണ്ടെന്ന് ഞാൻ പറയില്ല. ചെറിയ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അത്യാവശ്യം 2-3 പെട്ടികളും കാര്യങ്ങളൊക്കെ വെക്കാം. ഭയങ്കര ടഫ് ആൻഡ് ഗ്ലാസ്, ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് എന്നൊക്കെ പറയുന്ന കാര്യം. വണ്ടി എടുക്കാൻ പോയപ്പോഴത്തേക്കും ഇതിട്ട് അടിയുമ്പോൾ നെഞ്ചങ്ങ് പൊട്ടിപ്പോവും. ആ ഒരു അവസ്ഥയിലാണ് അവർ ഇതിൻ്റെ ഡെമോ ഒക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, എനിക്ക് പേടിയാണ്. പയ്യെ ഇങ്ങനെ അടയ്ക്കാറുള്ളൂ. പക്ഷേ ബാക്കിൽ നിന്ന് വന്ന് ഇടിക്കുമ്പോൾ ആദ്യം പേടി. ആ സാധനത്തിനാണ്, ആ ഗ്ലാസ്സിന് തന്നെ എനിക്ക് തോന്നുന്നു 35,000-40,000 രൂപ റേറ്റ് വരുന്നുണ്ട്. ആൻഡ് പിന്നെ നമ്മൾ ഡീകാറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ സൗണ്ട് ഫീൽ ചെയ്യും. ഡീകാറ്റ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ ആ ലോ എൻഡ് പെർഫോമൻസ് കുറച്ചും കൂടെ നന്നായി കിട്ടാനാണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. മാപ്പൊക്കെ ചെയ്യണമെന്നുണ്ടായി, ഒന്നും ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ചെയ്യാമെന്നേ ഉള്ളൂ. ബട്ട് ഞാൻ അതിലേക്ക് അങ്ങ് പോയില്ല. പിന്നെ നമ്മൾ ജിമ്മിനെ എടുത്ത് ജിമ്മിലായി ഫുൾ കാര്യങ്ങളെല്ലാം. ഞാൻ ഫോഗ്രാമിന് സെപ്പറേറ്റ് ഇവിടെ സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫോഗ്രാം സ്വിച്ച് വന്നങ്ങനെ. ആൻഡ് ഇവിടെ നമുക്ക് മിറേഴ്സ് കൺട്രോൾ ചെയ്യാം. മിറർ ഫോൾഡബിൾ അല്ല, ബട്ട് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് 4 പവർ വിൻഡോസും ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, ലോക്ക് ചെയ്യാം. പിന്നെ മാനുവലി നമ്മൾ ലോക്ക് ചെയ്യണം. അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് മൈ ബ്രയോ. ഇതാണ് എൻ്റെ വണ്ടിനെ പറ്റി എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ ബാക്കി ഓടിച്ചോണ്ട് സംസാരിക്കാം. ലെറ്റ്സ് ഗോ. ആൻഡ് ഗിയർ ലിവർ, അയ്യോ ഇതിൻ്റെ കാര്യം മറന്നു. ഇത് ചുമ്മാ വാങ്ങിച്ചു വെച്ചാട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇടാനായിട്ട്. ഇതിന് സ്റ്റോക്ക് ഉണ്ട്, പക്ഷേ ഇത് ചുമ്മാ ഒരു രസത്തിന് വാങ്ങി വെച്ചാണ്. ഇതൊക്കെ ഞാൻ ഊരി മാറ്റും എന്തായാലും. ആൻഡ് ലെറ്റ്സ് ഗോ. നമുക്ക് പോവാം. ബാക്കി നമുക്ക് ഓടിച്ചോണ്ട് സംസാരിക്കാം. സോ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് സൗണ്ട് കേൾപ്പിച്ചു തരാം. എയർ ഫിൽറ്ററും ആ ഡീകാറ്റ് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള ഒരു വ്യത്യാസങ്ങൾ നമുക്ക് സൗണ്ടിലും പെർഫോമൻസിലും ഉണ്ട്. ഡീകാറ്റ് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ഹയർ ഗിയേഴ്സിൽ ലോ RPM പോകാൻ പറ്റും. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഡീകാറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് അതിൻ്റെ യൂസ് എന്താണെന്ന് മനസ്സിലായത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് വളരെ വളരെ കുറവാണ്. നമ്മുടെ ബ്രിയോയുടെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് വർഷം ഭയങ്കര ആകെ ജസ്റ്റ് സർവീസിങ് തന്നെ ഭയങ്കര എനിക്കൊരു 3,000-4,000 രൂപ താഴെ നിൽക്കാറുള്ളൂ ഫുൾ സർവീസൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും. അപ്പോൾ അതുകൊണ്ട് വലിയ തലവേദനയില്ല. ഹോണ്ട കൊണ്ടു നടക്കാനായാലും ഓടിക്കാനായാലും ഭയങ്കര രസമുള്ള ഒരു വണ്ടിയാണ്. പ്രത്യേകിച്ച് ഈ ബ്രിയോ എനിക്ക് സിറ്റിയിലൊക്കെ ഓടിക്കാൻ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. കാര്യം നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. നല്ല ടേണിങ് റേഡിയസ് ഉണ്ട്. നല്ല പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. ചെറിയ വണ്ടിയാണ്, പക്ഷെ അത്യാവശ്യം നല്ല പവറും ഇത് തന്നെയാണ് നമ്മുടെ സിറ്റിയിലേക്ക് ഓടിക്കാൻ. ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോൾ ഉണ്ട്, ഞാനൊരു 140-145 ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിൽ. പക്ഷെ അപ്പോൾ വണ്ടി അൺസ്റ്റേബിൾ ആണ്. അത്ര സ്റ്റേബിൾ എന്ന് പറയില്ല. അത് സ്റ്റോക്ക് ടയേഴ്സ് കുറേ നാൾ മുമ്പാട്ടോ. വണ്ടി സ്റ്റോക്ക് കണ്ടീഷനിലായിരുന്നപ്പോഴാണ് അതൊക്കെ ഞാൻ ചെയ്തത്. ഇവിടെ നിന്ന് വേണം നിങ്ങൾക്ക് ജസ്റ്റ് വണ്ടിയുടെ സൗണ്ട് ഒന്ന് ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. അത്രേ ഞാൻ കേൾപ്പിക്കുള്ളൂ, അധികം സ്പീഡൊന്നും കയറ്റുന്നില്ല. സോ യെസ്, അതായിരുന്നു നമ്മുടെ വണ്ടിയുടെ ഒരു സൗണ്ട് കേട്ടോ. അതൊരു 4,000 RPM ഒക്കെ എത്തുമ്പോഴത്തേക്കും നല്ലൊരു മൂളൊക്കെ സൗണ്ടാണ്. ഡീകാറ്റും കൂടെ ചെയ്തപ്പോൾ ശരിക്കും വ്യത്യാസം വന്നു. അപ്പോൾ അതാണ് വണ്ടിയുടെ സൗണ്ട് വ്യത്യാസം വന്നേക്കണത് ചെയ്തതിൽ. എല്ലാ സ്റ്റോക്ക് പാർട്സും എൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം നമ്മുടെ സിറ്റിയിലേക്ക് ഓടിച്ചെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഫുൾ ലോഡൊക്കെ ഇരുത്തിയാൽ നമുക്ക് അടിയിടിക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. പക്ഷെ അല്ലെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല, ഭയങ്കര ഈസി ആയിട്ട് കൊണ്ടു നടക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ഫ്രണ്ട് ബമ്പർ മാറി. ഫ്രണ്ട് ബമ്പർ ഞാൻ കളഞ്ഞു. അതിൻ്റെ അടിഭാഗമൊക്കെ ഒരഞ്ഞിട്ടുണ്ടായി കുറേ നാളായി. എനിക്ക് തോന്നുന്നു 9 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുൾ ചെയ്യണത്. അപ്പോഴത്തേക്ക് അടിഭാഗമൊക്കെ ഫുൾ കഴിഞ്ഞില്ല. അപ്പോൾ ബമ്പർ സ്റ്റോക്കൊന്നുമില്ല. ബാക്കി ഡീകാറ്റ് ചെയ്തതും സ്റ്റോക്ക് എയർ ഫിൽറ്റർ യൂണിറ്റും എല്ലാ സാധനങ്ങളും കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ആൻഡ് യെസ്, നെക്സ്റ്റ് നോക്കാൻ പോയാൽ ഇതിൻ്റെ ഏറ്റവും ഹോണ്ട പണ്ട് അവരുടെ വണ്ടി ഞങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അവർ ക്യാൻവാസ് ചെയ്യണത് സ്റ്റിയറിംഗ് ആണ്. ഒരു വിരലിൽ തിരിക്കാമെന്നാണ് പറയുന്നത് ഇതിൻ്റെ സ്റ്റിയറിംഗ്. പവർ സ്റ്റിയറിംഗ് അത്ര ലൈറ്റാണ്. ഈ വണ്ടിയും ഞാൻ ജിമ്മിയും തമ്മിൽ ഏറ്റവും മിസ് ചെയ്യാൻ പോണത് ഇതിൻ്റെ ഒരു മാനൂവറബിലിറ്റിയാണ്. അത് വണ്ടി കൊണ്ട് നടക്കാനുള്ള ഒരു സുഖം.
അത് നമുക്ക് ജിമിയിൽ കിട്ടില്ല കേട്ടോ. ഇത് ഭയങ്കര ഈസി ആയിട്ട് എവിടെ വേണമെങ്കിൽ കൊണ്ട് ചെറിയ വഴി എവിടെ വേണമെങ്കിൽ കുത്തി കയറ്റി നമുക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാമെന്നുള്ളൊരു സെറ്റപ്പിലാണ് ഈ ഒരു ബ്രയോ നമ്മൾ ഹോണ്ട ചെയ്തേക്കണം. അപ്പോൾ അത്ര കംഫർട്ടബിൾ ആണ് വണ്ടി. പാർട്സ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. എൻ്റെ വണ്ടിയുടെ എന്തെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മാസ്റ്റർ സിലിണ്ടർ മാറിയിട്ടുണ്ട്, നമ്മുടെ ക്ലച്ചിൻ്റെ സ്ലീവ് സിലിണ്ടർ മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടാൻ ഒരാഴ്ച 1.5 ആഴ്ചയൊക്കെ എടുത്തിട്ടുണ്ട്. ബാക്കി അങ്ങനെ വലിയ പാർട്ടൊന്നും മാറേണ്ടി എനിക്ക് വന്നിട്ടില്ല. മേജർ കംപ്ലൈൻ്റ് ആയിട്ട് എനിക്ക് സസ്പെൻഷൻ നാളെ മാറിയിട്ടുണ്ട്. വേറെ ഒന്നും മേജർ കംപ്ലൈൻ്റ് ആയിട്ട് എനിക്കൊന്നും മാറിയിട്ടില്ല. സത്യം പറഞ്ഞാൽ വണ്ടി ഞാൻ ഒരു സാധനവും മാറിയിട്ടില്ല മേജറായിട്ട്. ബാക്കി എല്ലാം അടിപൊളിയായിട്ട് റൺ ചെയ്യുന്നുണ്ട്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ നെക്സ്റ്റ് നമ്മുടെ സസ്പെൻഷനെ പറ്റി പറയുമ്പോൾ അത്യാവശ്യം നല്ല ഒരു മിഡ് റേഞ്ചിലാണ്. അത്ര സോഫ്റ്റും അത്ര ഹാർഡും അല്ലാത്തൊരു സസ്പെൻഷനാണ്. നമ്മുടെ ചെറിയ ചെറിയ കുഴികളൊക്കെ നമുക്ക് അറിയത്തില്ല, പക്ഷെ അത്യാവശ്യം വലിയ വലിയ കുഴിയൊക്കെ വന്നാൽ നമുക്ക് വണ്ടിയിൽ നിന്ന് നമ്മളൊന്ന് അറിയും. അപ്പോൾ കംഫർട്ടിൻ്റെ കാര്യത്തിൽ നോക്കാൻ പോയാൽ എനിക്ക് സീറ്റ്സ് ലോങ് ഡ്രൈവ് ഒക്കെ പോകാൻ അടിപൊളിയാണ്. ഫ്രണ്ട് 2 സീറ്റ് കേട്ടോ. ബാക്കിൽ ഇരിക്കുന്ന ആൾക്ക് ഹൈറ്റ് കുറവും സൈസ് കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ ബാക്കിൽ ഓക്കെ ആയിരിക്കും. കുറച്ച് ഹൈറ്റ് കൂടിയ ആൾക്കാരൊക്കെ ബാക്കിൽ ഇരുന്നാൽ അവർക്ക് ലോങ് പോകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. തൈ സപ്പോർട്ടും കാര്യങ്ങളൊന്നും അത്രയ്ക്കില്ല. ഇറ്റ്സ് ഓക്കെ, നമുക്ക് 1 ഡേ ട്രിപ്പൊക്കെ പോകാം. അല്ലാണ്ട് ലോങ് ഒരു വീക്കെൻഡ് 2 ഡേ 3 ഡേ ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്കും ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇതിലുണ്ടാവും. കുട്ടി വണ്ടിയാണ്, വാട്ട് ഡു യു എക്സ്പെക്ട്? അത്രയും ചെറിയ വണ്ടിയും ഇത്രയും പവർഫുൾ വണ്ടിയിൽ നിന്ന് കുറച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് നമ്മൾ ഇരിക്കണം. ആൻഡ് ഇതിൻ്റെ വ്യൂ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മാരക വ്യൂ ആട്ടോ, ചുറ്റും എല്ലാം കാണാം. ഒരു ഈ പില്ലർ ബ്ലോക്ക് ചെയ്യണതോ അങ്ങനെയായിട്ട് ഒന്നും തോന്നില്ല. ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ വ്യൂ വന്നേക്കണേ. അപ്പോൾ നമുക്ക് വിസിബിലിറ്റി ഭയങ്കര അടിപൊളിയാണ് വണ്ടിയുടെ, അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ഡിസൈൻ ആ ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ്. ഞാനിപ്പോൾ ഫ്രണ്ട് ബമ്പർ മാറിയപ്പോഴത്തേക്കും വണ്ടിയുടെ സൈസ് ഒന്ന് കൂടി. അല്ലെങ്കിൽ വണ്ടി ചെറിയ വണ്ടി, ആമ വണ്ടി എന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ആമ വണ്ടി. അപ്പോൾ അങ്ങനെ ആ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ വണ്ടി എടുത്തത്. പിന്നെ വണ്ടി എടുക്കാൻ പോയ കഥ അടിപൊളിയാണ്. ഞാൻ എങ്ങനെയൊക്കെയോ വീട്ടിലറിയാലോ, ഞാൻ പഠിക്കുന്ന ടൈമിലായിരുന്നു. അപ്പോൾ വീട്ടിൽ വണ്ടി എടുക്കുന്നു, എനിക്ക് ലൈസൻസ് ആവുന്നു, ആ സമയത്ത് വീട്ടിൽ വണ്ടി വരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ മാക്സിമം ടോപ്പ് എൻഡ് വേരിയൻറ്റ് VX ആണെന്ന് തോന്നുന്നു, VX വേരിയൻറ്റ് മാക്സിമം പറഞ്ഞ് അച്ഛാ അതിൽ മറ്റേ അലോയ് വീലുണ്ട്, ഫോഗ് ലാമ്പ് ഉണ്ട്, എയർ ബാഗ്, സേഫ്റ്റി, ABS ഇതെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫുൾ സെറ്റ് ചെയ്ത് വെച്ച്. അപ്പോൾ അച്ഛൻ്റെ ഓഫീസിൽ ഏതോ ഒരു മച്ചാനോട് അങ്കിളിനോടോ ആരോടോ പോയി ചോദിച്ചു, ഈ വണ്ടി എടുക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്, ഇതാണ് ഈ മിഡ് റേഞ്ചിന് മിഡ് വേരിയൻറ്റിന് ഇതിന് ഇത്ര. ആ കാലത്ത് ABS ഒക്കെ ടോപ്പ് വേരിയൻറ്റിന് മാത്രമേ ABS എയർ ബാഗും ഉള്ളൂ കേട്ടോ. ഇപ്പം എല്ലാം മാൻഡറ്ററി ആയി. അന്ന് ആ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ റോട്ടിൽ ഓടിക്കുക എന്തിനാ സാറേ ABSും എയർ ബാഗ് എന്നൊക്കെ. ഈ എയർ ബാഗ് പൊട്ടിയാൽ 1 ലക്ഷം രൂപ നമ്മൾ കൊടുക്കണം. അപ്പം അന്ന് എനിക്കും വലിയ അറിവില്ല ഈ ഇൻഷുറൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഇൻഷുറൻസിൽ പോകുന്ന അയാൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. അപ്പോൾ പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റിയില്ല അച്ഛന്. അപ്പോൾ അങ്ങനെ എൻ്റെ അലോയ് വീൽ സ്വപ്നവും ABS എയർ ബാഗും പിന്നെ എല്ലാം ആ ഒരു ഒറ്റ വാക്കിൽ, ആ പുള്ളിയുടെ ഒറ്റ വാക്കിൽ എല്ലാം തീർന്നായിരുന്നു. അതെ BE6. ഓ എൻ്റെ പൊന്ന് 150-160 ആയിരിക്കും പോയത്. അപ്പോൾ ആ പുള്ളിയുടെ ഒറ്റ വാക്കിൽ എൻ്റെ വണ്ടി മിഡ് വേരിയൻറ്റിലേക്ക് വന്നു, അതായത് S വേരിയൻറ്റിലേക്ക് വന്നു. അല്ലെങ്കിൽ ഞാൻ VX എടുക്കാൻ നിന്നതാണ്. അപ്പോൾ അന്ന് അവർ പറഞ്ഞു, സാരില്ല സാറേ, നമുക്ക് ഷോറൂമിൽ നിന്ന് തന്നെ ഇറക്കുമ്പോൾ ഫോഗ് ലാമ്പൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് തരാം, സാറൊന്നും പേടിക്കണ്ട, മോന് നിനക്ക് ഫോഗ് ലാമ്പ് എന്തായാലും കിട്ടിക്കുക. അലോയ് വീല് വേണ്ടെന്ന് പറഞ്ഞു. ടയർ മാറണം, ടയർ പുത്തൻ ടയറാണ്, കുറച്ച് ഓടി തീർന്നിട്ട് നമുക്ക് അലോയ് വീൽ ഇടാന്ന് പറഞ്ഞു. ഇതിൻ്റെ ടയർ ഓടി തീർന്നപ്പോൾ 60,000 കിലോമീറ്റർ ആയിരുന്നു. 50,000 കിലോമീറ്റർ 50-55,000 കിലോമീറ്ററിലാണ് ഞാൻ ഫസ്റ്റ് സെറ്റ് ഓഫ് ടയർ ഈ വണ്ടിക്ക് മാറണം കേട്ടോ. ഈ ഓടിച്ചേക്കണ കിലോമീറ്റർ മൊത്തം ഞാൻ തന്നെ കേട്ടോ ഓടിച്ചേക്കണം. പിന്നെ കൂടി വന്നിട്ട് ഒരു 1000-2000 കിലോമീറ്റർ അപ്പുറം ഇപ്പുറം ആരെങ്കിലുമൊക്കെ ഓടിച്ചെങ്കിലേ ഉള്ളൂ. ബാക്കി മൊത്തം നാം തന്നെയാണ് ഓടിച്ചേക്കണത്. അപ്പോൾ യെസ്, ഐ ആം പ്രിറ്റി മച്ച് ഹാപ്പി വിത്ത് ദ കാർ. അടുത്ത വണ്ടി എടുത്തുകൊണ്ടാണ് ഇത് കൊടുക്കണേ. ഇതിപ്പോൾ ഇത്രയും പണിതിട്ട് ഇത് എന്തിനാണ് കൊടുക്കണമെന്ന് വെച്ചാൽ സെയിം മോജോ കുറേ പണിതിട്ടുണ്ട്, എന്തിനാണ് കൊടുക്കണത്, വെറുതെ വീട്ടിയിട്ട് നശിക്കുന്നു. അപ്പോൾ അതിലും നല്ലത് താല്പര്യമുള്ളവർ വണ്ടി എടുത്ത് ഓടിച്ച് നടക്കട്ടെ. അത്യാവശ്യം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് നമ്മുടെ ഹോണ്ട ബ്രയോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ വിറ്റ് കളയാം, എന്തിനാണ് ആരെങ്കിലുമൊക്കെ ഓടിക്കാൻ താല്പര്യമുള്ളവർ ഇഷ്ടമുള്ള ആൾക്കാരും അത് ഓടിച്ച് നടക്കട്ടെ എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ വിചാരിച്ചത് ഇത് കൊടുത്ത് കളയാമെന്ന്. പിന്നെന്താ, ഇനി വണ്ടീനെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലേ. യെസ്, പിന്നെ പെർഫോമൻസ് അടിപൊളിയാണ്. ഇപ്പോൾ ഡീക്കാറ്റൊക്കെ ചെയ്ത് പോകണം 2000-3000 RPM തന്നെ വണ്ടി കയറി അങ്ങ് പോവും, ഒരു കുഴപ്പമില്ലാണ്ട്.
അതുകൊണ്ട് ആ ഡീകാറ്റ് ചെയ്തപ്പോഴാണ് ആ ലോ എൻഡ് പെർഫോമൻസ് അത്രയും വ്യത്യാസം വന്നത്. ഗിയർ ബോക്സ് ഒക്കെ ബട്ടർ സ്മൂത്ത്, ഒരു കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല. ക്ലച്ചും എല്ലാം ഭയങ്കര അടിപൊളി. ബ്രേക്ക് ഹൈ സ്പീഡ്സിൽ പോരാ, പക്ഷേ 100 120 100 വരെ 100 ഹൈ സ്പീഡിൽ ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ ഓക്കെയാണ്. ABS ഇല്ല, അത് എനിക്കൊരു വിഷമമുള്ള കാര്യമാണ്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. ABS എയർ ബാഗ്, ABS വളരെ അത്യാവശ്യമാണ്. എയർ ബാഗ് പിന്നെയും നമ്മൾ കുഴപ്പമില്ല എന്ന് പറയാം. ABS ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഇപ്പോഴും ഉണ്ട്. പിന്നെ ക്ലസ്റ്ററൊക്കെ ബേസിക്, അത്ര വലിയ ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊക്കെ ഞാൻ തന്നെ സെറ്റ് ചെയ്ത് ബ്ലൂടൂത്ത്, അടിപൊളി ഡിവൈസാണ് അത്. പ്രോട്രോണിക്സിൻ്റെ ഒരു സാധനമാണ്, അടിപൊളിയാണത്. ബ്ലസ്റ്റ് നമുക്ക് ഓക്സിലും കുത്താം, USB കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ബ്ലൂടൂത്ത് ഡിവൈസായിട്ട് യൂസ് ചെയ്യാം. വണ്ടി ഓൺ ആകുമ്പോൾ ഇത് ഓൺ ആവും. പിന്നെ റിയർ ഡിഫോഗർ ഉണ്ട്, AC സ്വിച്ച്, AC കൺട്രോൾസ്, പിന്നെ അടിച്ച് പപ്പടം AC കൺട്രോൾസ്. പിന്നെ നമുക്ക് ഔട്ടർ ഇന്നർ അതൊക്കെ മാനുവൽ തന്നെയാണ്. അമ്പടാ ബിലാലിക്ക ഭാഗ്യം 40 പോണത്. ക്യാമറാമാനാന്ന് തോന്നുന്നു. അതെ, ക്യാമറമാൻ സാറേ. ഞാൻ 40 രൂപ പോണ, എൻ്റെ പഴയ വണ്ടിയാണ്, സ്പീഡൊന്നും പോവില്ല. ആൻഡ് യെസ്, മൈലേജ് എനിക്ക് ഈ വണ്ടിയിൽ ഇപ്പോൾ പയ്യെ ഓടിക്കുന്നതുകൊണ്ട് 12-12.5 കാണിക്കും. കുറച്ചും കൂടെ ലോങ് പോകുമ്പോൾ 14 കിട്ടും. ഞാൻ ബാംഗ്ലൂർ പോയി വന്ന സ്റ്റോക്ക് വണ്ടി പോയി വന്നപ്പോൾ എനിക്ക് 17-16 എനിക്ക് കിട്ടിയ മൈലേജ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല മൈലേജ്. സിറ്റിയിലായാലും 13-14 കിട്ടും. നമ്മൾ പയ്യൊക്കെ ഓടിച്ച് ചില്ലായി പോവുകയാണെങ്കിൽ 13-14 റേഞ്ചിൽ മൈലേജൊക്കെ കിട്ടും വണ്ടിക്ക്. അത്രയൊക്കെ തന്നെ ഉള്ളൂ എനിക്ക് ബ്രിയോനെ പറ്റി പറയാൻ. ഇത് ചെയ്തത് എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായി വണ്ടി, എന്തൊക്കെയാണ് പ്രശ്നങ്ങളായിട്ട് ഞാൻ ഒന്നും ഫേസ് ചെയ്തിട്ടില്ല ഇതുവരെ. വഴി കിടത്തിയിട്ടില്ല. ഒരു പ്രാവശ്യം ബാറ്ററി മാറിയിട്ടുള്ളൂ വണ്ടിയുടെ ഇത്രയും വർഷത്തിൽ. ഒരു ഒറ്റ ബാറ്ററി മാറില്ലെങ്കിൽ 7 വർഷമോ 8 വർഷമോ എന്തോ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ബാറ്ററി, ഫസ്റ്റ് വെച്ച ബാറ്ററി. അപ്പോൾ ഐ തിങ്ക് അത് ആമറോൺ ആയിരുന്നു തോന്നുന്നത്. അപ്പോൾ അതും അങ്ങനെ പണിയായിട്ട് എനിക്കൊന്നും ഈ വണ്ടിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. ജസ്റ്റ് ഓടിയ കാര്യങ്ങൾ, സസ്പെൻഷൻ മാറി, പിന്നെ ആ ഒരു ക്ലച്ചിൻ്റെ സ്ലേവ് സിലിണ്ടർ മാറി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വണ്ടിക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കി എനിക്ക് അങ്ങനെ ഒരു മെയിൻ്റെനൻസോ പ്രശ്നങ്ങളോ ഒന്നും വണ്ടിയുടെ സൈഡിൽ നിന്ന് ഇതുവരെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ആൻഡ് ഐ എം പ്രിറ്റി മച്ച് ഹാപ്പി വിത്ത് ദ കാർ. ഇത് പിന്നെയും ഞാൻ പറയണു കൊടുക്കാൻ കാരണം, യെസ്, ഇത് വെറുതെ അവിടെ കിടക്കണോണ്ട്, ഇത്രയും പണിതിട്ട് വെറുതെ ഇട്ട് കിടക്കേണ്ട വണ്ടിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് സെയിലടിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. ഇൻസ്റ്റഗ്രാമിൽ കൊച്ചി മച്ചാന്നാണ് പേര്, അതിൽ മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കാം, ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് ചെയ്താലും മതിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ. യെസ്, അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോ ബെല്ലും അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യാം. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ. ഈ സൈഡിൽ പോലീസ് നിൽക്കാത്ത കേട്ടാ. ഇപ്പം എന്താണാവോ പോലീസ്, എല്ലാവർക്കും ലൈറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പോലീസ് ഉണ്ട് ചേട്ടാ, പോലെ പോയാ നീ തീർന്ന്. ഇത് കയറ്റാനാണെങ്കിലും എൻ്റെ വീട്ടിൽ കയറണമെങ്കിൽ ഞാൻ മിറർ മടക്കി കറക്റ്റ് സെറ്റപ്പിലാണ് ഇത് കയറുള്ളൂ കേട്ടോ. വേഗം ഗ്യാപ്പുള്ളൂ. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇവിടെ ജീവിച്ച് പോണത്. അത് ഇവിടെ വീതിയുണ്ട് കയറുമ്പോൾ, അങ്ങോട്ട് പോകുമ്പോഴത്തേറും വഴി ചെറുതാവും. അതാണ് മിറന്ന് നടക്കണത്. യെസ്, ഫൈനലി